തുരങ്കപാത സ്വപ്നത്തിന് ചിറകുവെക്കുമ്പോൾ. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിലും ദുരന്തങ്ങളിലും ആശങ്കപ്പെട്ട് പദ്ധതികളിൽ നിന്ന് മാറിനിന്നാല് രാജ്യത്ത് ഒരു പദ്ധതിയും നടപ്പാക്കാൻ കഴിയില്ല. മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശങ്ങളില് തുരങ്കപാതകള് ചിലപ്പോൾ അനിവാര്യമായി വരും. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതക്ക് കേന്ദ്രാനുമതി ലഭ്യമായതോടെ ബദല് റോഡ് എന്ന വയനാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. മെയ് 14-15 തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ യോഗമാണ് നിരവധി വ്യവസ്ഥകൾ ഉപാധി വെച്ചുകൊണ്ട് പാതക്ക് അനുമതി നൽകിയത്. തുരങ്കപാത സൃഷ്ടിക്കാനിടയുള്ള പരിസ്ഥിതി ആഘാതവും അവ ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളും വ്യക്തമാക്കുന്ന കൊങ്കൺ റെയിൽ കോർപ്പറേഷന് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താണ് അനുമതി. ചികിത്സക്കും മറ്റു വിവിധ ആവശ്യങ്ങൾക്കും എപ്പോഴും കോഴിക്കോടിനെ ആശ്രയിക്കുന്ന വയനാട്ടുകാർക്ക് വലിയ പ്രശ്നമാണ് യാത്രാ സൗകര്യക്കുറവ്. താമരശ്ശേരി ചുരം റോഡും കുറ്റ്യാടി പക്രംതളം ചുരം റോഡുമാണ് കോഴിക്കോട് ഭാഗത്തേക്ക് നിലവിലുള്ള യാത്രാ സൗകര്യങ്ങള്. താമരശ്ശേരി ചുരം റോഡാണ് യാത്രക്കാരില് ബഹുഭൂരിഭാഗവും ഉപയോഗപ്പെടുത്തുന്നത്. ഈ പാതയിൽ പതിവു സംഭവമാണ് ഗതാഗതക്കുരുക്ക്. അടിയന്തര ചികിത്സ, കരിപ്പൂര് വിമാനത്താവള യാത്ര തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഗതാഗത സ്തംഭനം സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ കുറച്ചൊന്നുമല്ല. ഇതിനൊരു പരിഹാരമായി പടിഞ്ഞാറതറ പൂഴിത്തോട് റോഡ്, കുറ്റ്യാടി മാനന്തവാടി റോഡ് എന്നീ ബദല് നിർദ്ദേശങ്ങൾ ഉയർന്നുവന്നെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളാല് നടപ്പായില്ല. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലേക്കുള്ള യാത്രാദൂരം ഗണ്യമായി കുറക്കുന്ന ആനക്കാംപൊയില് മേപ്പാടി കള്ളാടി തുരങ്കപാത എന്ന നിർദ്ദേശം ഉയർന്നുവന്നത്. 2021 ഫെബ്രുവരിയിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് സമർപ്പിച്ച അലൈൻമെന്റിന് അംഗീകാരവും ഇക്കഴിഞ്ഞ മാർച്ചില് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അംഗീകാരവും പാതക്ക് ലഭിക്കുകയും ചെയ്തു. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി മാത്രമായിരുന്നു നിർമ്മാണം തുടങ്ങാന് തടസ്സം. അതും ലഭിച്ചുകഴിഞ്ഞ സാഹചര്യത്തില് താമസിയാതെ പണി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി യാഥാർത്ഥ്യമായാല് കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയാകുമിത്. 8.7 മീറ്റർ വരും തുരങ്കത്തിന്റെ നീളം. തൃശൂര് പാലക്കാട് പാതയിലെ 962 മീറ്റർ ദൈർഘ്യമുള്ള കുതിരാനാണ് സംസ്ഥാനത്ത് നിലവിലുള്ള ഏക തുരങ്കപാത. യാത്രാസൗകര്യ വർധനവിനൊപ്പം വയനാടിന്റെ വികസനത്തിനും ആക്കംകൂട്ടും തുരങ്കപാത. അതേസമയം പരിസ്ഥിതിലോലമാണ് തുരങ്കപാത കടന്നുപോകുന്ന പ്രദേശങ്ങള്. യാതൊരു മനുഷ്യ ഇടപെടലും പാടില്ലെന്ന് ഗാഡ്ഗില്, കസ്തൂരിരംഗന് റിപ്പോർട്ടുകളില് പറയുന്ന ഇടങ്ങള്. ഇത്തരം പ്രദേശങ്ങളില് തുരങ്കപാതകള് പലപ്പോഴും ദുരന്തങ്ങള് സൃഷ്ടിക്കാറുണ്ട്. തെലങ്കാന നാഗർകൂർനൂല് ജില്ലയിലെ തുരങ്കത്തില് മണ്ണിടിഞ്ഞു വീണ് 8 പേര് മരിച്ചത് 2.5 മാസം മുമ്പാണ്. ഇതടിസ്ഥാനത്തില് ബിനോയ് വിശ്വം തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും പരിസ്ഥിതി പ്രവർത്തകരും തുരങ്കപാതയുടെ നിർമ്മാണത്തില് ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ സെപ്റ്റംബറില് കേരള ഹൈക്കോടതിയും പ്രശ്നത്തിൽ ഇടപെടുകയും ദുരന്തസാധ്യത മുന്നില് കണ്ട് വേണം പാത നിർമ്മാണം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കാനെന്ന് സർക്കാരിനെ ഉണർത്തുകയും ചെയ്തു. പാത നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം മുൻവച്ച ഉപാധികൾ കൃത്യമായി പാലിച്ചാല് ദുരന്ത ഭീഷണികൾ പരിഹരിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിർമ്മാണ ജോലിക്കിടെ സംഭവിക്കുന്ന മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവുമാണ് മിക്ക തുരങ്ക ദുരന്തങ്ങൾക്കും കാരണം. തെലങ്കാനയിലെ ശ്രീശൈലം തുരങ്കം, ഉത്തരകാശി തുരങ്കം, ശ്രീനഗർ തുരങ്കം, വിഷ്ണുഅഘട്ട് തുരങ്കം തുടങ്ങിയവയില് മണ്ണിടിച്ചിലോ അവിചാരിതമായ വെള്ളപ്പാച്ചിലോ മൂലമായിരുന്നു ദുരന്തങ്ങൾ സംഭവിച്ചത്. അത് പ്രതിരോധിക്കാൻ സഹായകമായ സംവിധാനങ്ങൾ വേണമെന്നതാണ് ഒരു നിർദ്ദേശം. പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഖനന സമയങ്ങളില് സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറക്കാന് CSIR-ഉം ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി CIMFR-ഉം നൽകിയ മുഴുവന് നിർദ്ദേശങ്ങളും പാലിക്കുക, ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പാക്കുക തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങള്. ഇതൊക്കെ പരിഗണിച്ചു മാത്രമേ സർക്കാർ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്നും പരിസ്ഥിതി പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് പദ്ധതി സർക്കാർ സ്വീകരിച്ചതെന്നും 2020 ഒക്ടോബറില് തുരങ്കപാത പ്രഖ്യാപനം നടത്തവേ മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമാക്കിയിരുന്നു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിന്റെ പരാതികൾ കേൾക്കാന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക സിറ്റിംഗുകൾ നടത്തുകയും ചെയ്തു. ജനങ്ങളുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചും പാരിസ്ഥിതിക നിയമങ്ങളെല്ലാം പാലിച്ചും മാത്രമേ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്ന് സിറ്റിംഗുകളിൽ അധികൃതർ ഉറപ്പു നൽകുകയുണ്ടായി. സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിലും ദുരന്തങ്ങളിലും ആശങ്കപ്പെട്ട് പദ്ധതികളിൽ നിന്ന് മാറിനിന്നാല് രാജ്യത്ത് ഒരു പദ്ധതിയും നടപ്പാക്കാൻ കഴിയില്ല. മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശങ്ങളില് തുരങ്കപാതകൾ ചിലപ്പോൾ അനിവാര്യമായി വരും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിന് ഗഡ്കരി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 273 മീറ്റർ ദൈർഘ്യവും 1 ലക്ഷം കോടി രൂപ നിർമ്മാണ ചെലവും വരുന്ന 74 തുരങ്കപാതകൾ പ്രഖ്യാപിച്ചത്. മണ്ണിടിച്ചില് പതിവായ ഹിമാലയം പോലുള്ള പ്രദേശങ്ങളിലടക്കമാണ് തുരങ്കപാത നിർമ്മാണം. ഇത്തരം പ്രദേശങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണമെന്നും ഇതുവഴി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നും നിതിന് ഗഡ്കരി വ്യക്തമാക്കി.
ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാകണം വയനാട് തുരങ്കപാത നിർമ്മാണവും.